ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ? അതെ, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷോപലക്ഷ സ്ത്രീജനങ്ങളാണ് ഇന്ന് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറയുന്നത് വെളുപ്പിനൊരു 3:30 മണിയാണ്. ഞങ്ങൾ 2:30 മണിയോടെ കൂടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും അടുപ്പുകളും ഉണ്ടെങ്കിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അടുപ്പ് കൂട്ടാൻ സ്ഥലം കിട്ടിയത് അട്ടക്കുളങ്ങര സ്കൂളിനുള്ളിലാണ്. അങ്ങനെ അടുപ്പൊക്കെ പുറത്ത് കാണാനായിട്ടൊന്നും ഇറങ്ങി. ഇപ്പം ഞാൻ നിൽക്കുന്നത് ചാലയ്ക്കുള്ളിലാണ്. ചാലയ്ക്കുള്ളിൽ 2 സൈഡും അടുപ്പുകൾ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും പൊങ്കാല ഇടാനായിട്ട് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും എല്ലായിടവും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർ വന്ന് തീർന്നെന്ന് വെച്ചാൽ ഇല്ല കേട്ടോ. ഇനിയും പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്നത് വരെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ കലമൊക്കെ മേടിക്കാൻ പോയി. കലമൊക്കെ നോക്കി ഇങ്ങനെ കൊട്ടിയിട്ടാണ് കല വാങ്ങുന്നത്. എന്തിനാണ് ഈ കൊട്ടണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും കൊട്ടിയപ്പോൾ ഞാനും കൊട്ടി. അങ്ങനെ കലമൊക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ നടക്കുകയാണ്. കണ്ടില്ലേ എത്രമാത്രം പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൊങ്കാലക്കലങ്ങൾക്ക് നടുക്കിലൂടെ നടക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ്. അങ്ങനെ തിരിച്ചെത്തിയിട്ട് തെരളിയും മണ്ടപ്പുറ്റും ഒരുക്കുന്നതിലുള്ള തിരക്കിലാണ്. അമ്മയുടെ നിവേദ്യങ്ങളെന്ന് പറയുന്നത് പൊങ്കാലയും തെരളിയും മണ്ടപ്പുറ്റുമാണ്. അങ്ങനെ തെരളിയൊക്കെ കോർത്ത് ഇഡലിക്കുട്ടത്തിലൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ഒന്നുകൂടെ പുറത്തൊക്കെ പോകാനായിട്ട് ഇറങ്ങി. കാരണം നമുക്കിനി 9:15 നമ്മുടെ പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്നത്. അതുവരെ സമയമുണ്ട്. അങ്ങനെ പുറത്തോട്ടിറങ്ങിയ സമയത്ത് ഒരുപാട് പരിചയക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഏകദേശം 6:30 മണിയായിട്ടുണ്ട്. അപ്പോൾ വെട്ടുമൊക്കെ വീണിട്ടുണ്ട്. എല്ലായിടത്തും പൊങ്കാല കൊണ്ട് ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആൾക്കാർ വന്നു തീർന്നെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഇനിയും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പത്മനാഭൻ്റെ അടുത്തേക്ക് പോയി. അവിടെയൊക്കെ കണ്ടു നിറയെ ആൾക്കാരാണ്. ഇന്ന് പത്മനാഭ ക്ഷേത്രത്തിൽ കയറുക എന്ന് പറയുന്നത് വളരെ ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു തവണ ഞങ്ങൾ അങ്ങനെ കയറാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ പറ്റിയില്ലായിരുന്നു. അങ്ങനെ എല്ലായിടവും ചുറ്റിക്കൊണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ ഫുഡൊക്കെ മേടിക്കാനായിട്ട് പോയി. ഫുഡ് മേടിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് കടയിൽ പോയി മേടിക്കുന്നല്ല. പൊങ്കാല ദിവസം ഒരുപാട് സ്ഥലങ്ങളിൽ അന്നദാനങ്ങളുണ്ട്. രാവിലത്തെ പ്രഭാത ഭക്ഷണവും അതുപോലെ ഉച്ചക്കത്തെ ചോറും കാപ്പിയും എല്ലാം നമുക്കവിടെ കിട്ടും. അങ്ങനെ അതെല്ലാം മേടിച്ചുകൊണ്ട് വെച്ച് ഇനി നമ്മൾ പൊങ്കാല കഴിഞ്ഞിട്ടേ കഴിക്കാറുള്ളൂ. അതിന് മുന്നേ നമ്മളത് മണ്ടപ്പുറ്റിന് നനച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഉരുട്ടി മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്കും നമ്മളെ പണ്ടാരടുപ്പിൽ തീ കൊളുത്താനുള്ള സമയമായി. അപ്പോൾ തീ പകർന്ന് വരാനായിട്ട് നമ്മളിതേ കാത്തിരിക്കുകയാണ് എല്ലാവരും. പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മളെല്ലാവരും തോർത്തെടുക്കുന്നുണ്ട്. എന്തിനാണ് തോർത്തെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എല്ലാവരും ഉടുക്കുന്നുണ്ട്. അങ്ങനെ പണ്ടാരടുപ്പിൽ തീ പകർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ പോയി അടുപ്പിൽ നിന്ന് തീ കത്തിച്ചുകൊണ്ട് വന്ന് അത് ഞങ്ങളിലേക്ക് പകർന്ന് തന്നിട്ട് ഞങ്ങൾ അടുപ്പൊക്കെ കത്തിച്ച് അമ്മയെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പൊങ്കാല അർപ്പിക്കാനായിട്ട് പോവുകയാണ്. അമ്മയെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് പൊങ്കാലയിട്ട് അത് നടക്കും എന്നൊരു വിശ്വാസമുണ്ട്. വിശ്വാസം മാത്രമല്ല, എൻ്റെ കാര്യത്തിലൊരു അനുഭവം കൂടിയാണത്. അങ്ങനെ ഇത്തവണ പൊങ്കാല ഇടാനുള്ള ഭാഗ്യം എനിക്കും കിട്ടി. അങ്ങനെ തീയെല്ലാം കത്തിച്ച് പൊങ്കാല തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ പൊങ്കാലയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. പണ്ടാരടുപ്പിൽ തീ കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നഗരം എന്ന് പറയുന്നൊരു യാഗശാല പോലെയാണല്ലേ. ചുറ്റും തീയും പുകയും ഒക്കെ നിറഞ്ഞിട്ട്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മളെ ഒത്തിരി പോലും തളർത്തത്തില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ചെറിയൊരു തീയോ കൊണ്ട് ഓടിപ്പോകുന്ന എനിക്ക് ഇത്രയധികം ചൂടിൽ നിന്നുകൊണ്ട് ഈ ഒരു പൊങ്കാല പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പണ്ട് ഒരു തവണ ഞാൻ പൊങ്കാല ഇടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അടുപ്പിൽ തീ കൊളുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അങ്ങ് ദൂരെ മാറി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഈ പൊങ്കാല മുഴുവൻ ഞാൻ ആ ചൂടത്ത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് യാതൊരു ക്ഷീണവും ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഫുഡ് മേടിക്കാനായിട്ട് പോയപ്പോൾ കണ്ടില്ലേ, എല്ലാവരും പൊങ്കാലകളൊക്കെ തിളച്ച് എല്ലാവരും ഇത് മൂടി വെച്ചിട്ട് ഫുഡൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ചൂടൊന്നും തന്നെ നമ്മളെയൊന്നും ബാധിക്കാതെ ഈ ടാറിൻ്റെ ചൂടും അതുപോലെ തീയും പുകയും ഒക്കെ കൊണ്ടുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ അമ്മയ്ക്ക് പൊങ്കാല ഇടാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ എത്രത്തോളം അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും കൂടെയായിരിക്കും നമ്മൾ പോയിട്ടുള്ളത്. അമ്മ വിചാരിക്കണം നമ്മൾ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കണമെന്ന്. അപ്പോൾ ഇത്തവണ എനിക്കുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത തവണയും വരണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ അതൊക്കെ കൊണ്ടുവച്ച് കഴിച്ച ശേഷം വീണ്ടും ഒന്നുകൂടെ നടക്കാൻ. കാരണം 2:15 നമുക്ക് നേദിക്കുന്നത്. ആ നേദ്യ സമയത്താണ് പിന്നെ നമുക്ക് പൊങ്കാലയും കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് സമയം. അങ്ങനെ നമ്മൾ പോയ സമയത്താണ് എല്ലാവരും വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വണ്ടിയിൽ നേരെ തണ്ണിമത്തം കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. തണ്ണിമത്തം മാത്രമല്ല, നമുക്ക് കുടിക്കാനുള്ള വെള്ളവും മോരും വെള്ളവും അതുപോലെ തന്നെ ഫ്രൂട്ടി ഒരുപാട് സാധനം കിട്ടും. ഒരുപാട് വിദേശികൾ പൊങ്കാല ഇടാനായിട്ട് എത്തുന്നുണ്ട്. അവർക്ക് എന്ത് വിശ്വാസം എന്നൊന്നും നമുക്കറിയണ്ടല്ലോ. അപ്പോൾ അമ്മ എത്രത്തോളം വിശ്വസിച്ചാണ് അവരും ഇത്തവണ പൊങ്കാല ഇടാനായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ പൊങ്കാല കഴിയുമ്പോൾ നമ്മുടെ കോലം ഇങ്ങനെയാണ്. രാവിലത്തെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ പോറ്റി വന്ന് നമ്മുടെ പൊങ്കാലയൊക്കെ തളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊങ്കാലയായിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഒരു കൊല്ലത്തിൻ്റെ കാത്തിരിപ്പാണ് അടുത്ത തവണ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.